ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ 21 ഡേയ്സിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 21 കോഡുകളിലൂടെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. ആദ്യത്തെ കോഡാണ് ആകുന്നു, ആണ് എന്നുള്ളത്. എന്താണ് ആകുന്നു? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ആകുന്നു, ആണ്. കുറച്ച് മലയാളം ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അവ പക്ഷികളാണ്, ഞാൻ സന്തോഷത്തിലാണ്, അവൻ കേരളത്തിൽ നിന്നാണ്, അവൻ ഉയർന്നവനാണ്, അതു ചുവപ്പാണ്. ഇതുപോലെയുള്ള ആണ്, ആണ്, ആണ് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആ ആണ് എന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് പഠിച്ചിരിക്കണം. എന്താണത്? ഏകവചനം. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കും. സിംഗുലർ, അതിന് ഇംഗ്ലീഷിൽ സിംഗുലർ എന്ന് പറയും. സിംഗിൾ എന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ സിംഗിൾ ആലോചിച്ചാൽ സിംഗുലർ കിട്ടും. അപ്പോൾ സിംഗുലർ, ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ആവർത്തിക്കും, സിംഗുലർ. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നമ്മുടെ മെമ്മറിയിൽ വച്ചിരിക്കും. സിംഗുലറിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ബോയ്, ആൺകുട്ടി; ഗേൾ, പെൺകുട്ടി; ആപ്പിൾ, ക്യാറ്റ്, പൂച്ച. ഇതെല്ലാം ഒന്നിനെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്ലൂരൽ. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും കൂടുതൽ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതിന്. ഒന്നിനേക്കാളും കൂടുതൽ. അത് 2 10 15 എന്തുമാവാം. അതിന് പ്ലൂരാലിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്ലൂരൽ എന്നാണ്. പ്ലൂരൽ, സിംഗുലർ. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും കൂടുതൽ വസ്തുക്കളെ സൂചിപ്പിക്കുന്നതിന്. ബോയ്സ് ആൺകുട്ടികൾ; ഗേൾസ് പെൺകുട്ടികൾ; ആപ്പിൾസ്; ക്യാറ്റ്സ്. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ, സിംഗുലർ ആയ ആ വചനത്തെ കൂടെ യെസ് ചേർത്തി കൊടുത്താൽ പ്ലൂരലായി കിട്ടും. അതായത് പെൻസ്, ക്യാറ്റ്സ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്ലൈഡ് പഠിച്ചിരിക്കുന്നു. ഇനി ആകുന്നു, ആണ്. ഇത് ഏത് വചനത്തിൻ്റെ ഏതിനാണ് നമ്മൾ ആണ്, ആകുന്നു, എത്ര വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ഐ ആം, ഞാൻ ആണ്. ആം എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് അർത്ഥം. ഈസ് എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥം. ആർ എന്ന് പറഞ്ഞാലും ആണ് എന്നാണ് അർത്ഥം. ആണ്, ആകുന്നു, ഏതെങ്കിലും. അപ്പോൾ 3 വചനങ്ങളാണുള്ളത്. 1 ഈസ്, 2 ആർ, 3 ആം. അപ്പോൾ 3 പദങ്ങൾ മാത്രമേ ആകുന്നു, ആണ് എന്നതിന് ഇംഗ്ലീഷിലുള്ളൂ. അത് കൃത്യമായിട്ട് പഠിക്കുക. ആം, ഈസ്, ആർ, 3ൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിക്കാം. ആം എന്നുള്ള പദം എന്താണ് ഇങ്ങനെ 3 ഉണ്ടാവാനുള്ള കാരണം? ആ ഇംഗ്ലീഷ് ഭാഷയുടെ അവരുടെ നിയമമാണ്. ആ നിയമം നമ്മൾ പഠിച്ചേ തീരും. ആം എപ്പോഴാണ് ഉപയോഗിക്കുക? ഒൺലി വിത്ത് ഐനോട് കൂടെ മാത്രം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ആം. അതല്ലാതെ ഒരു വാക്കിനോട് കൂടെയും ആം എന്നുള്ളത് ഉപയോഗിക്കില്ല. പഠിച്ചല്ലോ. ഇനി ഈസ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ആണ് എന്നുള്ളതിന് രണ്ടാമത്തെ ഇംഗ്ലീഷിലുള്ള പദമാണ് ഈസ്. അതിന് ഏതൊക്കെ ഉപയോഗിക്കും? ഹി, ഷീ, ഇറ്റ്. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാ പേര്. ഈ 4 പദങ്ങളല്ലാതെ ഈ പദങ്ങളാണ് സിംഗുലർ. ഇത് 3 സിംഗുലറാണ്. സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഈസ് ഉപയോഗിച്ചു. എന്താണ്? ഒരു വസ്തുവാണെങ്കിൽ, ഒരു വസ്തുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഈസ് ഉപയോഗിക്കാം. സിംഗുലറിനോട് കൂടെയാണ് ഈസ് ഉപയോഗിക്കുക. ആമിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഒരു പ്രത്യേക കേസാണ്. അത് വ്യത്യസ്തമാണ്. എന്നാൽ സിംഗുലറിനോട് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈസ് ഉപയോഗിക്കുക. അപ്പോൾ സിംഗുലർ നൗണിനോട് കൂടെയാണ് ഈസാണ്. ഇനി പ്ലൂറലായിട്ടുള്ള നൗണുകൾ, പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യു, വി, ദേ, ആർ. ഇതിനോട് കൂടെ ആറാണ് ഉപയോഗിക്കുക. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നീ. 2 അർത്ഥത്തിലും പ്ലൂറലാണ് കേട്ടോ. നിങ്ങളെന്ന് പറയാൻ ഒരാളാണ്. നീ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആളുകളായിരിക്കാം. എന്തായാലും നമ്മൾ പ്ലൂറലിൻ്റെ ഗണത്തിലാണ് അതിനെ പഠിച്ചിട്ടുള്ളത്. വി എന്ന് പറഞ്ഞാൽ നമ്മൾ,
ദേ എന്ന് പറഞ്ഞാൽ അവർ. പിന്നെ അതുപോലെയുള്ള പ്ലൂറൽ നൗണുകൾ, സലാമും സലീമും ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇവിടെ സലാമും സലീമും എന്ന് പറയുന്നത് രണ്ടാളുകളാണ്, പ്ലൂറലായി. അപ്പോൾ ഒന്നിനേക്കാളും കൂടുതലായി. ഇത്രയും പദങ്ങളോട് കൂടെയാണ് ആർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഈസ് എപ്പോഴും ഉപയോഗിക്കും സിംഗുലർ നൗണിനോട് കൂടെ, സിംഗുലറിനോട് കൂടെ എന്ത് ചെയ്യും, ഈസ് ഉപയോഗിക്കും. ആർ എപ്പോഴും ഉപയോഗിക്കും, പ്ലൂറലിനോട് കൂടെ ഉപയോഗിക്കും. മനസ്സിലായിട്ടുണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് പഠിക്കാം. ഈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ആണ്. അപ്പോൾ ഈസ് എന്താണ്, ഹി, ഷീ, ഇറ്റ് ഓർ സിംഗുലർ നൗണിനോട് കൂടെയാണ് ഉപയോഗിക്കുന്നത്. ആം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ആം എന്നുള്ളത് ഐനോട് കൂടെ മാത്രം ഉപയോഗിക്കുള്ളൂ. ആർ എന്ന് പറഞ്ഞാൽ യു, വി, ദേ ആൻഡ് പ്ലൂറൽ നൗൺ. പ്ലൂറൽ നൗണിനോട് കൂടെ മാത്രം ഉപയോഗിക്കുള്ളൂ. ഇതെല്ലാം പ്ലൂറലാണ്. യു, വി, ദേ ആൻഡ് പ്ലൂറൽ നൗൺ. പ്ലൂറൽ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഒന്നിനേക്കാളും കൂടുതലുള്ള വസ്തുക്കൾ. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ആർ എന്ന് ഉപയോഗിക്കും. ഇത് ബേസിക്കാണ്, ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. കുറച്ച് ഉദാഹരണങ്ങൾ ഇതൊക്കെ വെച്ച് പറയാം. ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പറഞ്ഞില്ലേ ആണ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമ്മുടെ പോയിന്റ് എവിടെയാണ്, ആമിനെ പറ്റിയതാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഞാൻ ടീച്ചറാണ്. ഹി ഈസ് മൈ ബ്രദർ, അവൻ. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഈസ് എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, ബ്രദർ സഹോദരൻ. അവൻ എൻ്റെ സഹോദരനാണ്. അടുത്ത ഉദാഹരണം നോക്കാം. ഷീ ഈസ് എ ഡോക്ടർ, അവൾ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഈസ് എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു. എ ഡോക്ടർ, ഒരു ഡോക്ടറാണ്. അപ്പോൾ അവൾ ഒരു ഡോക്ടറാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഹി എന്ന് പറഞ്ഞാൽ സിംഗുലർ, അവൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിനോട് കൂടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു, ഈസ് ഉപയോഗിച്ചു. നെക്സ്റ്റ് ഉദാഹരണത്തിൽ നോക്കൂ. ഷീ എന്നുള്ളതിനോട് കൂടെ നമ്മൾ എന്ത് ഉപയോഗിച്ചു, ഈസ് ഉപയോഗിച്ചു. കാരണം അത് സിംഗുലർ ആണെന്നുള്ളതാണ് കാരണം, ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അടുത്തത്, ഇറ്റ് ഈസ് എ ഡോഗ്, അതൊരു നായയാണ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, അതെന്ന് പറയാം, ഇതെന്നൊക്കെ പറയാം. ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു, എ ഡോഗ്, ഒരു നായ. അപ്പോൾ നമ്മൾ ഈസ് ഉപയോഗിച്ചു. അത് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഈസ് ഉപയോഗിച്ചു. ഇനി യു ആർ എ ഗുഡ് സ്റ്റുഡൻസ്, നീ ഒരു നല്ല വിദ്യാർത്ഥിയാണ്. യു ഒരു വ്യത്യസ്തമായ കേസാണ്. അത് ഒരാളാണെങ്കിലും അത് പ്ലൂറലിനെ പോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രം സ്പെഷ്യൽ കേസാണ്. അത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്റ്. അപ്പോൾ യുവിനോട് കൂടെ ആറാണ് വന്നത്, കാരണം അത് പ്ലൂറലാണ്, അല്ലെങ്കിൽ പ്ലൂറലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉദാഹരണങ്ങൾ പഠിക്കാം. നമ്മൾ അടുത്തത്, വി ആർ ഫ്രണ്ട്സ്. വി എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആർ എന്ന് ഉപയോഗിച്ചു. ആർ ഫ്രണ്ട്സ്, നമ്മൾ സുഹൃത്തുക്കളാണ്. ദേ ആർ എൻജിനീയേഴ്സ്. അടുത്തത് എന്താണ്, ദേ ആർ എൻജിനീയേഴ്സ്, അവർ. ദേ എന്ന് പറഞ്ഞാൽ അവർ. ആർ എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു. എൻജിനീയേഴ്സ് ആണ്, അവർ എൻജിനീയർമാരാണ്. നെക്സ്റ്റ് ഉദാഹരണം, ആർ ഉപയോഗിക്കാൻ കാരണം എന്താ, അവർ എന്നുള്ള പ്ലൂറലായി. ഇവിടെ ആർ ഉപയോഗിക്കാൻ കാരണം എന്താ, വി എന്നുള്ള പ്ലൂറലായി, ഒന്നിനേക്കാളും കൂടുതലാണ് നമ്മളെന്ന് പറയുമ്പോൾ. ഇനി നെക്സ്റ്റ് വൺ, ദിസ് ഈസ് മൈ പെൻ, ഇത് എൻ്റെ പേനയാണ്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത് ആണ്, ഈസ്. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, പെൻ എന്ന് പറഞ്ഞാൽ പെൻ തന്നെ, ഇത് എൻ്റെ പെന്നാണ്. ഈസ് ഉപയോഗിക്കാൻ കാരണം ദിസ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, സിംഗുലറിനോട് കൂടെയാണ് ഈസ് ഉപയോഗിക്കുക. ദിസ് ഈസ് എ കാർ, ദാറ്റ് ഈസ് എ കാർ, അതൊരു കാറാണ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു. മൈ എ കാർ, ഒരു കാറാണ്, അതൊരു കാറാണ്. മനസ്സിലായിട്ടുണ്ടാവും ഈസ് ഉപയോഗിക്കാനുള്ള കാരണം. ദീസ് ആർ ആപ്പിൾസ്, ഇവ ആപ്പിളുകളാണ്. ദീസ് എന്ന് പറഞ്ഞാൽ ഇവകൾ, അല്ലെങ്കിൽ ഇവ. ആറ് ആണ് ആപ്പിൾസ്. ദീസ് എന്ന് പറഞ്ഞാൽ ഇവ എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പ്ലൂരൽ ഉപയോഗിച്ചു, പ്ലൂരൽ ആർ ഉപയോഗിച്ചു. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ദോസ് ആർ ബേർഡ്സ്, അവ പക്ഷികളാണ്. അവ എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ ആർ ഉപയോഗിച്ചു. ദ ബോയ് ഈസ് സ്മാർട്ട്, ആ കുട്ടി ബുദ്ധിമാനാണ്. ദ ബോയ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈസ്, അതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു. ബുദ്ധിമാനാണ്, സ്മാർട്ടാണ്. ദ ഗേൾസ് ആർ സിംഗിങ്, ഗേൾസ് പാടുകയാണ്, പെൺകുട്ടികൾ പാടുകയാണ്. ഈ ഒരു ഉദാഹരണം നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. എന്തുകൊണ്ടെന്ന് ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും. അതിനെ ഞാൻ കൽപ്പിച്ചു കൂട്ടി ഇവിടെ വെച്ച് തന്നതാണ് ഒരു ഉദാഹരണം. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ഞാൻ പറഞ്ഞില്ല ഐനോട് കൂടെ ആ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. യു ആർ ലേറ്റ്, യുവിനോട് കൂടെ എന്ത് ഉപയോഗിച്ചു, ആർ ഉപയോഗിച്ചു. നീ താമസിച്ചാണ്.
ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം നമുക്ക്. അടുത്ത സ്ലൈഡ് എന്താ പറഞ്ഞാൽ ഹീ ഈസ് ടോൾ. അവൻ ഉയർന്നവൻ. ടോൾ എന്ന് പറഞ്ഞാൽ ഉയർന്നവൻ. ഹീ എന്ന് പറഞ്ഞാൽ അവൻ. ഈസ് എന്ന് പറഞ്ഞാൽ ആണ്, ആകുന്നു. അവൻ ഉയർന്നവൻ. ഈസ് ഉപയോഗിക്കാൻ കാരണം സിംഗുലർ ആയതുകൊണ്ടാണ്. ഷീ ഈസ് മൈ ഫ്രണ്ട്. ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഈസ് ആണ്. മൈ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട്. അവൾ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സുഹൃത്താണ്. അവൾ ഈസ് ഉപയോഗിക്കാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ് ഈസ് റെഡ്. അത് ചുവപ്പാണ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, ഈസ് ആണ്, റെഡ് ചുവപ്പ്, അത് ചുവപ്പാണ്. അപ്പോൾ എന്തുകൊണ്ട് ഉപയോഗിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത ഉദാഹരണം, വി ആർ റെഡി. നാം തയ്യാറാണ്. വി എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്, ഒന്നിനേക്കാളും കൂടുതൽ, അതുകൊണ്ട് ആർ ഉപയോഗിച്ചു. റെഡി എന്ന് പറഞ്ഞാൽ തയ്യാർ. ദേ ആർ സ്റ്റുഡൻസ്. അവർ വിദ്യാർത്ഥികളാണ്. അടുത്ത എന്താണ്? അവർ വിദ്യാർത്ഥികളാണ്. ദേ എന്ന് പറഞ്ഞാൽ അവർ. അവർ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകളുണ്ട്, അതുകൊണ്ട് ആർ ഉപയോഗിച്ചു. ഇനി അടുത്ത ഉദാഹരണം, ഐ ആം ഫ്രം കേരള. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐനോട് കൂടെ മാത്രമേ ആം ഉപയോഗിക്കുള്ളൂ. ഐനോട് കൂടെ ഉപയോഗിച്ചു. ഐ ആം ഫ്രം. ഫ്രം എന്ന് പറഞ്ഞാൽ നിന്ന്. കേരളത്തിൽ നിന്നാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഇനി യു ആർ ഫ്രം തമിഴ്നാട്. നിങ്ങൾ തമിഴ്നാട്. നീ തമിഴ്നാടിൽ നിന്നാണ്. നീനോട് കൂടെ എപ്പോഴും നമ്മൾ ആർ ഉപയോഗിക്കുള്ളൂ. അത് ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും ഒക്കെ കണക്കാണ്. ഹി ഈസ് ഇൻ ദ റൂം. അവൻ റൂമിലാണ്. അവൻ റൂമിലാണ്. ഇൻ ദ റൂം എന്ന് പറഞ്ഞാൽ റൂമിൽ. ഇൻ ദ ഹൗസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ. ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചണിൽ. ഇൽ എന്നുള്ള ഇൻ്റെ അർത്ഥം. ഓക്കെ. ഈസ് ഉപയോഗിക്കാൻ കാരണം മനസ്സിലായിട്ടുണ്ടാവും. ദ ബുക്സ് ആർ ഓൺ ദ ടേബിൾ. ബുക്സ് ടേബിളിലാണ്. ബുക്സ് ടേബിളിൽ ഉണ്ട് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് ശരിയല്ല. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ടേബിളിലാണ്. ദ ബുക്സ് ആർ. ബുക്സ് പ്ലൂരൽ ആയതുകൊണ്ട് ആർ ഉപയോഗിച്ചു. ദ ബാഗ് ഈസ് ഹെവി. ബാഗ് ഭാരമുള്ളതാണ്. ഓരോ പാട്ടിലും നമ്മൾ 25 ഉദാഹരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആണ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ 3 പദങ്ങളാണ് ഉള്ളത്. 1 ഈസ്, 2 ആർ, 3 ആം. ഇനി അടുത്ത നമ്മളൊരു കോണ്ടാക്ട്സ് എന്താണെന്ന് പറഞ്ഞാൽ ഈസ് എപ്പോഴാ ഉപയോഗിക്കുക? സിംഗുലറിനോട് കൂടെ. ആർ എപ്പോഴാ ഉപയോഗിക്കുക? പ്ലൂരലിനോട് കൂടെ. ആം ഐനോട് കൂടെ മാത്രമേ ഉപയോഗിക്കൂ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററിൻ്റെ ടോട്ടൽ സമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം. നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസത്തിനും വർക്ക്ഷീറ്റ്, ഹോംവർക്ക് കിട്ടുന്നതാണ്. ഹോംവർക്ക് കറക്റ്റായി അടുത്ത ക്ലാസ്സിന് മുന്നേ ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ശബ്ദ സന്ദേശം ഡെയിലി 21 ദിവസം കേൾക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേൾഡിലെ നമ്പർ 1 ട്രെയിനറായ AJ ഹോക്കിൻ്റെ 7 റൂൾസ്. ആദ്യത്തെ റൂൾ നമ്പർ 1, ആദ്യത്തെ 3 ദിവസത്തിൽ നിങ്ങൾ റെഗുലറായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ എല്ലാവരോടും കോഴ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. only 499 റുപ്പീസിന് ഇത്രയും വാല്യൂ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.